ഇന്നിപ്പോൾ 5ാം ദിവസമാണ് നമ്മുടെ ട്രിപ്പിൻ്റെ, സൗത്ത് ഐലൻഡ് ട്രിപ്പിൻ്റെ. 5ാമത്തെ ദിവസം നമ്മൾ മിൽഫർഡ് സൗണ്ടിൽ അടിച്ചു പൊളിക്കാൻ പോവുക. മിൽഫർഡ് സൗണ്ടിലേക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മൾ ക്വീൻസ് ടൗൺ വിടുകയാണ്. 3.5 hours ആണ് ജേർണി. നല്ല വലിയ ലോങ് ജേർണിയാണ്. അവിടെ 12:30 നമുക്ക് എത്തണം. നമുക്ക് 1 മണിക്കാണ് ഉച്ചയ്ക്ക് ക്രൂസ് ഉള്ളത്. മിൽഫർഡ് സൗണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. നിങ്ങളുടെ ന്യൂസിലൻഡ് ട്രിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ സൗത്ത് ഐലൻഡായിട്ട് നിങ്ങൾ വരുമ്പോൾ മിൽഫർഡ് സൗണ്ട് ക്രൂസ് എന്തായാലും ചെയ്യേണ്ടതാണ്. കക്കാറ്റിപ്പൂ എന്ന് പറഞ്ഞിട്ട് ലേക്കാണ്. നമ്മൾ ക്വീൻസ് ടൗണിൽ കണ്ട ലേക്കിൻ്റെ ബാക്കിയാണ് കിടക്കുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ കുറേ പോയില്ലേ അവിടെ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. നമ്മൾ പാട്ടൊക്കെ കേട്ടിരുന്ന സ്ഥലം, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പുറത്തെ സൈഡുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മിൽഫർഡ് സൗണ്ടിൽ കുറച്ചും കൂടെ ക്ലൗഡി അല്ലെങ്കിൽ ഇത്തിരി റെയിനൊക്കെ വേണം, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്വീൻസ് ടൗണിൽ ഭയങ്കര ക്ലൗഡിയാണ്. ഒരു മഴ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് കാരണം അതിൻ്റെ അത്ര ഒരു ഭംഗി വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ നല്ല സണ്ണി ആയതാണ്. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കുറച്ച് കരിക്കൊക്കെ പോയെങ്കിൽ പോലും ഞങ്ങൾ ശരിക്കും ക്വീൻസ് ടൗണിൻ്റെ ഭംഗി ആസ്വദിച്ചു. നല്ല ഭംഗിയായിരുന്നു. രാവിലെ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് കാപ്പിയൊന്നും കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കഫേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തോന്നി. കോഫിയും പിന്നെ നിനക്കൊരു സോസേജ് റോളും. എനിക്ക് ഈ കഫേ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നാട്ടിലത്തെ കുടുംബശ്രീയാണ്. ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് സ്ത്രീകളാണ്. അവർ ഒരു യൂണിഫോമിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും അതുപോലത്തെ ഒരു സാമ്യം തോന്നി. കോഫി മേടിച്ചു. ഇനി ഞങ്ങൾ പോവാണ്. എനിക്ക് ഈ മല കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗണ്ട് ഓഫ് മ്യൂസിക് ഫിലിം ആട്ടോ എനിക്ക് ഓർമ്മ വന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ടേനോ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. പതുക്കെ പതുക്കെ മലകളൊക്കെ കാണാൻ തുടങ്ങി. ഇനി അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. മലയിലൊരു സ്കാറല്ലേ. ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ മിൽഫർഡ് സൗണ്ടിലേക്ക് പോകുന്നതാണ്. നമുക്ക് ബസ് വഴിയും പോകാം. ഇഷ്ടംപോലെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് മിൽഫർഡ് സൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ 3.5 മണിക്കൂർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നൊന്നുമില്ല. അവർ തന്നെ സ്റ്റോപ്പ് ചെയ്യും നല്ല നല്ല സ്ഥലത്ത്. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉള്ള കാരണം നല്ല തിരക്കാണ് ഇവിടെ. കാരണം വരണ വഴിക്ക് ഒരു കഫേയോ ഒരു റെസ്റ്റോറൻറ്റോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞങ്ങളാണെങ്കിൽ ലഞ്ചിന് വേണ്ടി ഒന്നും കരുതിയില്ല. അവിടെ ചെന്നിട്ട് കഴിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഡിവൈഡ് എന്ന് പറയുന്നത് റോഡ് വർക്ക്സ് പിന്നെ ന്യൂസിലൻഡിൽ സ്ഥിരമുള്ള പരിപാടിയാണ്. എവിടെ പോയാലും ഈ ഓറഞ്ച് കോൺ കാണാം. എന്തുമാത്രം മിൽഫർഡ് സൗണ്ട് ബസ്സാണ്. മല കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് നിൽക്കുക ഒരാളിവിടെ. Here comes the view. It's too good, too good. ഇതൊക്കെ വന്ന് കാണണം. എന്തായാലും കാണേണ്ട ഒരു വ്യൂ ആണിത്. ഓക്കെ, ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങാണ്. നമുക്ക് വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ
ഇവിടെ 6 minutes വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. എന്തിനാന്നൊരു പിടിയില്ല. ട്രാഫിക് ആയിരിക്കും വൺ വേ. This is too much. ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ പടം കണ്ടിട്ടേ ഉള്ളൂ. കിയാണോ? ദൈവമേ, അയ്യോ അവരുടെ ഇതിൽ പോയി നിന്ന്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി കിയയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ, ഒരു പഴമൊക്കെ കൊടുത്തു. ആക്ച്വലി അങ്ങനെ കൊടുക്കരുതെന്ന് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം അതിൻ്റെ നാച്ചുറലായിട്ട് ഫുഡ് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മളായിട്ട് നശിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ കൊടുക്കരുത് ഇവിടെ വരുമ്പോൾ. ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്, അതുകൊണ്ടായിരുന്നു നമുക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്. സൺഗ്ലാസ് വെച്ചോണ്ടാണോ കാണാൻ പറ്റുന്നല്ലോ. 1.2 kilometers ആയിരുന്നു. ഇവിടെ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക, നല്ല സ്ലോയിലാണ് വണ്ടികളാണ് പോകുന്നത്. മിൽഫോർഡ് സൗണ്ട് എത്തി. യെസ്, റിയൽ ന്യൂസിലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂർ ഓപ്പറേറ്റേഴ്സാണ്, അവരാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഓഫീസിൽ ചെന്നെത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഗ്ലേഷ്യർ ഫ്ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ കുറച്ച് ലേറ്റായി വന്നപ്പോൾ. കൃത്യസമയത്താണ് എത്തിയത്, പക്ഷേ ഒരു ഓട്ടമായിരുന്നു. അത് കാരണം എനിക്ക് വരുന്ന വഴിയൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. ഇന്നത്തെ വെതർ ഫോർകാസ്റ്റിൽ ഇവിടെ മിൽഫോർഡ് സൗണ്ടിൽ ക്ലൗഡിയും കുറച്ച് മഴയൊക്കെ പെയ്യുന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല ചൂടുമാണ്. ക്രൂസ് വിത്ത് മീൽസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാം. അവർ മീൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എന്നാൽ ഞങ്ങൾ ആ ഓപ്ഷൻ അല്ല എടുത്തത്, ഞങ്ങൾ ഫുഡിൻ്റെ ഓപ്ഷൻ എടുത്തില്ല. അത് കാരണം പട്ടിണി അടക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങൾ ചിപ്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുന്നു. ഈ മിൽഫോർഡ് സൗണ്ടിന് സൗണ്ട് എന്ന് പറയാൻ കാരണം അതിനൊരു ജിയോഗ്രഫിക്കൽ അർത്ഥം തന്നെയുണ്ട്. അതായത് ഈ കാണുന്നതെല്ലാം കടൽ വെള്ളമാണ്. ഈ കടൽ വെള്ളം ഇങ്ങനെ കുന്നിൻ്റെയും മലകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിനെയാണ് സൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ മിൽഫോർഡ് സൗണ്ട് എന്നൊരു പേര് ഇതിന് വന്നു. പക്ഷെ ഇവർ ഈ പേരൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് അവർ കണ്ടുപിടിച്ചത് ഇത് ആക്ച്വലി ഒരു സൗണ്ട് അല്ല, ഇതിനെ ഫിയോർഡ് എന്നാണ് പറയുന്നത്. ഫിയോർഡ് ഉണ്ടാവുന്നത് ഗ്ലേഷ്യൽ ഇറോഷൻ കാരണമാണ്. മിൽഫോർഡ് സൗണ്ടിൽ ശരിക്കും റെയിനി ഡേയിലാട്ടോ വരേണ്ടത്. അപ്പോഴാണ് ഇവിടെ ഇഷ്ടംപോലെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മിൽഫോർഡ് സൗണ്ട് ഇത്രയും പോപ്പുലർ ഓൾ അറൗണ്ട് ദ വേൾഡ്. ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാൻ അത്ര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാട്ടർഫോൾസ് ഒരേ സ്ഥലത്ത് ഒറ്റയടിക്കാണ് വരുന്നത്. അത് റെയിനി സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ കറക്റ്റ് സമ്മർ സമയത്താണ് വന്നത്. പിന്നെ ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ വിൻ്റർ സീസൺ എസ്പെഷ്യലി ഒരു ഏപ്രിൽ സമയത്തൊക്കെ വരുന്നതാണ് ഏറ്റവും നല്ല സമയം. അപ്പോൾ നല്ല മഴയും പിന്നെ ഇതുപോലെ ഒരുപാട് വാട്ടർഫോളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് വരാം. കറക്റ്റ് വ്യൂ പ്ലെയിനും
ഡെക്കിൽ വന്നിരിക്കുകയാണ്. You're just looking at their natural daytime behaviour here. Imagine having to do the night shift, they want to have a bit of a rest, so they just lay on these rocky outcrops and sunbathe for the whole day. ഇവിടെ വർഷത്തിൽ 182 ഡേയ്സും മഴയായിരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ വർഷത്തിൻ്റെ ബാക്കിയുള്ള ദിവസത്തിലാണ് വന്നത്. അൺഒഫീഷ്യലായിട്ട് മിൽഫോർഡ് സൗണ്ടിനെ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നും പറയാറുണ്ട്. വേഗം നിൽക്കും, ഞാൻ തരാം. Next morning you're going to wake up looking and feeling 10 years younger. So we're all going to be super fresh tomorrow. ഭാഗത്തു നിന്നും നമുക്ക് ശരിക്കും നല്ലൊരു വ്യൂ ആട്ടോ. എവിടെ നിന്നാലും ഇറ്റ്സ് എ സിനിക് ബ്യൂട്ടി. ഒലിച്ചു വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാറ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അല്ലേ? ഫുള്ളും നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന വോർഫിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വാട്ടർഫാൾ. അങ്ങനെ ഞങ്ങളുടെ മിൽഫോർഡ് സൗണ്ട് ട്രിപ്പ് ഖതം ഹോ ഗയി. അത്യാവശ്യം നല്ല വലിയ ബോട്ടാണ് അല്ലേ ഇത്? ഒരു കുഞ്ഞു ക്രൂസൊന്നും അല്ല. ഇത് ജ്യൂസിനേക്കാളും വലുതാണ് നമ്മുടെ. നമുക്ക് ഒത്തിരി തിരക്കാണെങ്കിൽ ഇതാണ് വാർഫ്. ഇഷ്ടംപോലെ ബോട്ടുണ്ട് ഇവിടെ. Milford Mariner. ഇവിടെ ഈ കാണുന്ന ഈ ഫെറിയുടെ ഇവിടെ തന്നെയാണ് എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഓഫീസും എല്ലാ കാര്യങ്ങളുള്ള. പക്ഷെ ക്രൂസിന് വേണ്ടി എപ്പോഴും ഇൻ അഡ്വാൻസ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഇതാണ് വാർഫിൻ്റെ എൻട്രൻസ്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മിൽഫോർഡ് സൗണ്ട് വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് പാർട്ട് 2-ൽ കാണാം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.